എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 34-ാമത്തെ സർഗത്തില് 11 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കുറച്ച് കൂടുതൽ ശ്ലോകങ്ങളുണ്ട് എങ്കിലും ഇതിൽ കൂടുതലായിട്ടൊന്നും പറയണില്ല. പ്രധാനമായിട്ടുള്ള കഥ 10-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചെറുതായിട്ടുള്ള ചില വർണ്ണനകൾ അതോടുകൂടിയിട്ട് ഈ ഒരു സർഗം അവസാനിക്കുകയാണ്. നമുക്ക് ആദ്യം 11-ാമത്തെ ശ്ലോകം നോക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുശികാത്മജനായിട്ടുള്ള വിശ്വാമിത്രന്, ഗാധിയുടെ പുത്രനായിട്ടുള്ള വിശ്വാമിത്രന് ഒരു സഹോദരി ഉണ്ടായിരുന്നു, സഹോദരി ഉണ്ട്. ആ സഹോദരി നദീരൂപത്തില് ഇപ്പൊ ഭൂമിയില് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നദിയുടെ പേരാണ് കൗശികി. സത്യവതി എന്നായിരുന്നു സഹോദരിയുടെ പേര് എന്നൊക്കെ പറഞ്ഞു. ആ നദിയുടെ തീരത്താണ് വിശ്വാമിത്രൻ താമസിക്കുന്നത് എന്നുള്ളതും സൂചിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് 11-ാമത്തെ ശ്ലോകം നോക്കാം. സാധു സത്യവതീ പുണ്യ സത്യേ ധർമ്മേ പ്രതിഷ്ഠിത പതിവ്രത മഹാഭാഗ കൗശികീ സരിതാം വര. സാധു സത്യവതി, ആ സത്യവതി നദിയാകട്ടെ പുണ്യ, വളരെ പുണ്യം കലർന്നവളാണ്, പുണ്യം ചേർന്നവളാണ്. അതില് നീരാടുന്നവർക്ക് ശുദ്ധി, പരിശുദ്ധി, മോക്ഷം ഒക്കെ ലഭിക്കും. സത്യേ ധർമ്മേ ച പ്രതിഷ്ഠിത, സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നവളുമാണ്. ഇതൊക്കെ സഹോദരിയുടെ സ്വഭാവങ്ങളാണ് നദിക്കുള്ളതായിട്ടാണ് പറയണത്. വളരെ ധാർമ്മികതയുള്ള സത്യസന്ധയായിട്ടുള്ള ഒരു സഹോദരിയാണ് തനിക്കുള്ളത്. നദിയും അങ്ങനെ തന്നെയാണ്, വളരെ കൃത്യമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, കാലങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഭർത്താവായിട്ടുള്ള ഋചീകനുമായിട്ട് ചേർന്ന് പതിവ്രതയായിട്ട് ജീവിക്കുന്നവളാണ്. പതിവ്രത മഹാഭാഗ കൗശികി സരിതാംവര. സരിത്ത് എന്ന് പറഞ്ഞാൽ നദിയാണ്, സരിതാംവര എന്ന് പറഞ്ഞാൽ നദികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ഈ കൗശികി നദി വളരെ പതിവ്രതയായിട്ട് ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. ഒരേ സമയം സഹോദരിയായിട്ടും നദിയായിട്ടും വർണ്ണിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് വിശ്വാമിത്രൻ പറയാണ്, 12-ാമത്തെ ശ്ലോകം നോക്കാം. അഹം ഹി നിയമാദ്രാമ ഹിത്വാ താം സമുപാഗത സിദ്ധാശ്രമമനുപ്രാപ്ത സിദ്ധോസ്മി തവ തേജസ. ഞാൻ സാധാരണമായിട്ട് ഈ കൗശികി നദിയുടെ തീരത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞുല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സിദ്ധാശ്രമത്തിൽ വന്നത് എന്നാണെങ്കിൽ ചില സിദ്ധികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ട് യാഗങ്ങളൊക്കെ ചെയ്തത്. അതിന് മുടക്കം വന്നപ്പോൾ അങ്ങ് തന്നെ വന്ന് അതൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്തു. അതാണ് ഇവിടെ പറയണത്. അഹം ഹി നിയമാത്, ഞാൻ ചില നിയമഭാഗങ്ങൾക്കായിട്ട്, നിയമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി താം ഹിത്വ സമുപാഗത സിദ്ധാശ്രമം അനുപ്രാപ്ത, ഈ സഹോദരിയെ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ സിദ്ധാശ്രമത്തിലേക്ക് വന്നതാണ്. എൻ്റെ എല്ലാ യാഗങ്ങളും പരിപൂർണമായിട്ടുള്ള ഫലവത്തായില്ല എന്ന് വന്നപ്പോൾ അങ്ങ് വന്ന് സഹായിക്കുകയും എനിക്ക് സിദ്ധി ലഭിക്കുകയും ചെയ്തു. അതാണ് സിദ്ധാശ്രമം അനുപ്രാപ്ത തവ തേജസ സിദ്ധ അസ്മി. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്ത ചില കാര്യങ്ങള് തവ തേജസ, നിന്റെ തേജസ്സോട് കൂടിയിട്ട്, ശ്രീരാമ അങ്ങയുടെ സഹായത്തോടു കൂടിയിട്ട് സിദ്ധമാവുകയും ചെയ്തു. അപ്പോ സിദ്ധാശ്രമത്തിൽ ഞാൻ വന്നത് താൽക്കാലികമാണ്. എന്റെ ജീവിതം എപ്പോഴും കൗശികി നദിയുടെ തീരത്ത് സഹോദരിയോട് കൂടി തന്നെയാണ് എന്നർത്ഥം. അപ്പോ ചില ആവശ്യങ്ങൾക്കായിട്ട് നിയമത്തിന്റെ നടത്തിപ്പിനായിട്ട്, നിയമം എന്നുള്ളത് കൊണ്ട് മലയാളത്തിലെ നിയമമല്ല, ലോ ആൻഡ് ഓർഡർ ഒന്നുമല്ല, നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ചില വ്രതങ്ങളും തപസ്സുകളും ഒക്കെയാണ്. അത് നടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടത്തി അതിന്റെ ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് സിദ്ധാശ്രമത്തിൽ വന്നത്. ഏഷാ രാമമമോത്പത്തി സ്വസ്യ വംശസ്യ കീർത്തിത ദേശസ്യ ഹി മഹാബാഹോ യന്മാം ത്വം പരിവൃച്ഛസി. ഏഷാ രാമ മമ ഉത്പത്തി. ഹേ രാമ, അല്ലയോ ശ്രീരാമചന്ദ്ര, ഏഷാ മമ ഉത്പത്തി, ഇതാണ് എൻ്റെ ഉത്പത്തി. ഇങ്ങനെയാണ് എൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് ഉണ്ടായത്. എൻ്റെയും സഹോദരിയുടെയും ഒക്കെ കഥ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. മാത്രമല്ല സ്വസ്യ വംശസ്യ കീർത്തിതാച്ച, എൻ്റെ വംശത്തിന്റെ കഥയും പറഞ്ഞു. ദേശസ്യ,
ദേശത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. ഈ പ്രദേശം ആരുടെയാണ്, ഇത്ര സുന്ദരമായിട്ടുള്ള ഭാഗം ആരുടെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കുശൻ എന്നു പേരുള്ള ഒരു മഹാതപസ്വിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ 4 പുത്രന്മാര് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ആയിട്ട് കഥ പറഞ്ഞ് ഇപ്പോൾ ഇതാ എന്റെയും സഹോദരിയുടെയും കഥ വരെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ വംശത്തിന്റെ കഥ, ഈ ദേശത്തിന്റെ കഥ, എൻ്റെ ഉത്പത്തിയുടെ കാര്യമൊക്കെ ഞാനിതാ അങ്ങക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. യത് മാം ത്വം പരിപൃച്ഛസി, യാതൊന്നാണോ എന്നോട് നീ ചോദിച്ചത് അത് മുഴുവനും ഞാനിതാ പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. മഹാബാഹുവായിട്ടുള്ള അല്ലയോ ശ്രീരാമ, എൻ്റെ ജീവിത ചരിത്രം എത്രയോ കാലം മുമ്പ് മുതൽക്കുള്ളതായ കഥകളൊക്കെ ഞാനിതാ പറഞ്ഞു തന്നിരിക്കുന്നു. ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഇപ്പം നേരം കുറേയായി. അതാണ് അടുത്ത ശ്ലോകത്തിലെ 14ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഗതോർധരാത്രഃ കാകുത്സ്ഥ കഥാഃ കഥയതോ മമ നിദ്രാമഭ്യേഹി ഭദ്രം തേ മാ ഭൂത് വിഘ്നോധ്വനീഹന. ഗതോ അർദ്ധരാത്രഃ, അല്ലയോ കാകുത്സ്ഥ, അല്ലയോ ശ്രീരാമ, കഥാഃ കഥയതഃ മമ അർദ്ധരാത്ര ഗത. ഞാനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ രാത്രിയുടെ പകുതി കഴിഞ്ഞിരിക്കുന്നു. കഥ പറഞ്ഞ കഥകൾ, ഇങ്ങനെ രസകരമായിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ ആർക്കാ ഉറക്കം വരിക? ആർക്കും ഉറക്കം വരില്ല. ഈ മുനിമാരെല്ലാവരും ശ്രീരാമനും ഒക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഥ പറഞ്ഞത് ആ രാത്രി പകുതി കഴിഞ്ഞിരിക്കുന്നു, അർദ്ധരാത്രി ആയിരിക്കുന്നു. അതുകൊണ്ട് ഇനി മതിയാക്കാം, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. അതാണ് നിദ്രാമഭ്യേഹി ഭദ്രം തേ, പോയി കിടന്നുറങ്ങിക്കോളൂ രാമ, നിനക്ക് മംഗളങ്ങൾ ഭവിക്കട്ടെ. മാ ഭൂത് വിഘ്നോ അധ്വനി ഇഹ ന, നമുക്ക് അധ്വനി യാത്രയിൽ, ഇനി ഇവിടെ നിന്നുള്ള യാത്രയിൽ വിഘ്നഹ മാ ഭൂത്, വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അതായത് നമുക്ക് എല്ലാവർക്കും ഉറങ്ങാം, നാളെ മുതൽ നമ്മുടെ യാത്ര തുടരാം, ആർക്കും ഒരു അമംഗളങ്ങളും വന്ന് ഭവിക്കാതിരിക്കട്ടെ, യാത്ര മംഗളകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവര് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ രാത്രിയുടെ ചില ലക്ഷണങ്ങളെ പറ്റി പറയാണ്. നിഷ്പന്ദാസ്തരവ സർവേ നിലീന മൃഗപക്ഷിണ നൈശേന തമസാ വ്യാപ്ത ദിശശ്ച രഘുനന്ദന. അടുത്ത 2-3 ശ്ലോകങ്ങളിൽ കൂടെ രാത്രിയുടെ വർണ്ണനാണ്, അതും കൂടി നോക്കാം. ശനൈർവിസൃജ്യതേ സന്ധ്യ നഭോ നേത്രൈരിവാവൃതം നക്ഷത്രതാരാഗഹനം ജ്യോതിർഭിരവഭാസത്തെ ഉത്തിഷ്ഠതേ ച ശീതാംശു ശശീലോകതമോനുദ ഹ്ലാദയൻ പ്രാണിനാം ലോകേ മനാംസി പ്രഭയാ സ്വയാ നൈശാനി സർവഭൂതാനി പ്രചരന്തി തതസ്തത യക്ഷരാക്ഷസസംഘാശ്ച രൗദ്രാശ്ച പിശിദാശനാഃ. രാത്രിയായി എന്നുള്ളതിന്റെ തെളിവുകൾ എന്താണ്? തരവഹ നിഷ്പന്ദാഹ, വൃക്ഷങ്ങളൊക്കെ അനങ്ങാതെയായി തുടങ്ങി, ഉറങ്ങുകയാണ്. വൃക്ഷങ്ങളൊക്കെ ഉറങ്ങുകയാണ്, ഇലകളൊക്കെ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ഇലകളൊക്കെ, ചില മരങ്ങള് ചില ചെടികളൊക്കെ ഉറങ്ങണത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇലകളൊക്കെ കൂമ്പി അങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കാറ്റൊന്നും വീശില്ല. അതാണ് തരവഹ നിഷ്പന്ദാഹ, എല്ലാ തരുക്കളും എല്ലാ വൃക്ഷങ്ങളും നിഷ്പന്ദങ്ങളായി നിൽക്കുന്നു, അനങ്ങാതെ സ്പന്ദനങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്നു. മാത്രമല്ല പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളൊന്നും അധികം കേൾക്കാനുമില്ല. അവരും അവരുടെ മാളങ്ങളിലോ അല്ലെങ്കിൽ കൂടുകളിലോ ഒക്കെ പോയിട്ട് വിശ്രമിക്കുക തന്നെയാണ്. അതാണ് നിലീനാഹ, കാണാനില്ല, പക്ഷികളെയൊന്നും കാണാനില്ല, അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒന്നും കാണാനുമില്ല, അവയുടെ ശബ്ദങ്ങളും കുറവാണ്. നൈശേന തമസാ വ്യാപ്ത ദിശശ്ച രഘുനന്ദന, അല്ലയോ ശ്രീരാമ, നൈശേന തമസാ ദിശഃ വ്യാപ്താച്ച. നൈശേന നിശിഭവ നൈശഃ, അതായത് രാത്രി ഉണ്ടാകുന്നത്, രാത്രിയിൽ ഭവിക്കുന്നതായ തമസ്സുകൊണ്ട് ദിക്കുകളൊക്കെ മൂടപ്പെട്ടിരിക്കുന്നു, ദിക്കുകളൊക്കെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലയോ ശ്രീരാമ, നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ നേരം അധികമായി അധികരിച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല എപ്പോഴാണോ സന്ധ്യ തീരണത്, അതാണ് ശനൈർ വിസൃജ്യതേ സന്ധ്യ നഭോ നേത്രൈരിവാവൃതം നക്ഷത്ര താരാഗഹനം ജ്യോതിർഭിരവഭാസത്തെ. ശനൈഹി സന്ധ്യ വിസൃജ്യത, പതുക്കെ പതുക്കെ സന്ധ്യ പോകുന്നു, അതോടുകൂടിയിട്ട് ആകാശം മുഴുവനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ വന്ന് നിറയും. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള തേജസ്സുകളും ഉണ്ട്. അതാണ് ശനൈഹി വിസൃജ്യതേ സന്ധ്യ, സന്ധ്യാസമയം പതുക്കെ പതുക്കെ നമ്മളെ വിട്ടിട്ട് വിസൃജ്യ ഗച്ഛതി, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നഭ, ആ സമയത്ത് ആകാശം നക്ഷത്രതാരാഗ്രഹണം ജ്യോതിർഭിഹി നേത്രൈഹി ഇവ ആവൃതം അവഭാസതേ. ആ സമയത്ത് ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട്, താരങ്ങളെ കൊണ്ട്, ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള വാക്കുകളാണ്, വേണമെങ്കിൽ നക്ഷത്രങ്ങളെന്നും ജ്വലിക്കുന്ന ഗ്രഹങ്ങളെന്നൊക്കെ അർത്ഥം പറയാം. അവ കൊണ്ട്, അതാണ് ജ്യോതിർഭി, ജ്യോതിസുകളാണ്, അവയ്ക്കൊക്കെ തിളക്കമുണ്ട്. അവയാൽ ആവൃതമാകുന്ന ആകാശം കണ്ണുകളോട് കൂടിയതായിട്ട് ഭവിക്കുന്നു. അപ്പോൾ സൂര്യൻ പോയി അസ്തമിക്കണു എന്നുള്ളത് കൊണ്ട്, സന്ധ്യ പോയി എന്നുള്ളത് കൊണ്ട് ആകാശത്തിന് കണ്ണു കാണാണ്ടാവണമെന്നില്ല. നക്ഷത്രങ്ങളാകുന്ന കണ്ണുകൾ വീണ്ടും തുറക്കുകയായി. നല്ല ഭംഗിയായിട്ടുള്ള വർണ്ണനയാണ്. ആ സമയത്ത് ഉത്തിഷ്ഠതേ ച ശീതാംശു, ശീതാംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ചന്ദ്രൻ ഉദിച്ചു വരുന്നു. ശീതാംശു ശശി ലോകതമോനുദ, ലോകത്തിന്റെ തമസ്സിനെ, അന്ധകാരത്തെ മുഴുവനും നോദനം ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്നവനായിട്ടുള്ള ശീതാംശുവായിട്ടുള്ള ശശി, അതായത് തണുപ്പാണ്. ചന്ദ്രന്റെ കിരണങ്ങൾക്കൊക്കെ നല്ല തണുപ്പാണല്ലോ. സൂര്യനെ പോലെ തീക്ഷ്ണ കിരണനല്ല. നിലാവ് കൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സുഖമാണ്. അങ്ങനെയുള്ള ചന്ദ്രൻ ഉത്തിഷ്ഠതേ, ഉദിച്ചുയർന്നു വരികയും ചെയ്യുന്നു. മാത്രല്ല ഹ്ലാദയൻ പ്രാണിനാം ലോകേ മനാംസി പ്രഭയാ സ്വയാ പ്രഭയ, തന്റേതായിട്ടുള്ള പ്രഭ കൊണ്ട് പ്രാണിനാം മനാംസി ഹ്ലാദയൻ, പ്രാണികളുടെ, ജീവികളുടെ, പ്രാണികൾ എന്നുള്ളത് കൊണ്ട് നിസാരങ്ങളായിട്ടുള്ള പ്രാണികളല്ല, എല്ലാ തരത്തിലുമുള്ള ജീവികള്, മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, വലിയ മൃഗങ്ങളെ, ചെറിയ മൃഗങ്ങളെ, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ തന്റെ നിലാവ് പരത്തിക്കൊണ്ട് അങ്ങനെ ആകാശത്ത് ഉത്തിഷ്ഠതയെ, ഉയർന്ന് വരികയും ചെയ്യുന്നു. ഇനി ആ സമയത്ത് സഞ്ചരിക്കുന്നവരെന്ന് പറഞ്ഞാൽ വേറെ ചില ആൾക്കാരാണ്. അതാണ് നൈശാനി സർവഭൂതാനി, രാത്രിഞ്ചരന്മാരായിട്ടുള്ള ആൾക്കാര് ഈ സമയത്താണ് സഞ്ചരിക്കുക. പ്രചരന്തി തതസ്തത, അങ്ങടും ഇങ്ങടും ഒക്കെ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിശാചരന്മാര്, രാക്ഷസന്മാരൊക്കെ. അതാണ് യക്ഷ രാക്ഷസ സംഘാശ്ച രൗദ്രാശ്ച പിശിതാശന. യക്ഷന്മാര്, രാക്ഷസന്മാരുടെ കൂട്ടങ്ങള്, അവ പേടിപ്പിക്കുന്നവരായിട്ടുള്ള, അതായത് രൗദ്രന്മാര്, വളരെ ക്രൂരമായിട്ടുള്ള ആകാരവടിവുള്ളവര്, അതുപോലെ തന്നെ മാംസം ഭക്ഷിക്കുന്നവരായിട്ടുള്ള യക്ഷന്മാര്, രാക്ഷസന്മാരൊക്കെ രാത്രി സഞ്ചരിക്കാനും തുടങ്ങുന്നുണ്ട്. ബാക്കി എല്ലാവരും സുഖകരമായിട്ടുള്ള ഉറക്കത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ നേരമായി എന്നാണ് വിശ്വാമിത്രൻ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് 19ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്ത്വാ മഹാതേജാ വിരരാമ മഹാമുനി സാധു സാധ്വിദിതേ സർവേ മുനയോഹ്യഭ്യപൂജയൻ. ഏവമുക്ത്വാ മഹാതേജാ മഹാമുനി വിരരാമ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് തന്റെ വർത്തമാനം നിർത്തി. മഹാമുനി, മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ തന്റെ കഥ പറച്ചില് അവസാനിപ്പിച്ചു. അത് കേട്ടിട്ട് സർവേ മുനയ, അവിടെ കൂടെ ഉണ്ടായിരുന്ന, യാത്ര പുറപ്പെട്ടവരായിട്ടുള്ള മറ്റ് സകല മുനിമാരും, അതാണ് സർവേ മുനയ തേ സാധു സാധു ഇതി അഭ്യപൂജയൻ. എല്ലാ മുനിമാരും അവിടെ കൂടെ ഇരിക്കുന്നവരെ, യാത്ര പുറപ്പെട്ടവരായിട്ടുള്ള മുനിമാരെല്ലാവരും വളരെ നല്ല കഥകൾ, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് ഭംഗിയായിട്ട് പറഞ്ഞു തരണു എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രനെ അഭിനന്ദിക്കുകയും ചെയ്തു. അവരൊക്കെ പൂജിക്കുകയും ചെയ്തു. അഭ്യപൂജയൻ, ആദരിക്കുകയും വന്ദിക്കുകയും ഒക്കെ ചെയ്തു. ഒപ്പം പറയാണ് 20ാമത്തെ ശ്ലോകം നോക്കാം. കുശികാനാമയം വംശോ മഹാൻ ധർമ്മപരസദാ ബ്രഹ്മോപമാ മഹാത്മാന കുശവംശ്യാ നരോത്തമ. കുശികാനാം അയം വംശ, ഈ കുശികന്മാരുടെ വംശം എന്ന് പറഞ്ഞാല് എത്രയോ പരമ്പരകളായി. ഇപ്പോൾ വിശ്വാമിത്രൻ വരെ എത്തുമ്പോഴേക്കും ഇടയിലൊക്കെ കുറെ പിതാമഹന്മാരുണ്ട്. അവരെല്ലാവരും തന്നെ മഹാൻ ധർമ്മപരഹ, സദാ ധർമ്മപരഹ, എല്ലാ സമയത്തും ധർമ്മത്തെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരാണ്, ധാർമ്മികന്മാരാണ്, സാത്വികന്മാരാണ്. അതുകൊണ്ട് ബ്രഹ്മോപമന്മാരാണ്, മഹാത്മാക്കളാണ്. കുശവംശത്തിൽ ജനിച്ചവരെല്ലാവരും തന്നെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മനുഷ്യരുമാണ്, നരോത്തമന്മാരുമാണ്. അപ്പോൾ മനുഷ്യരായിട്ട് ഭൂമിയിൽ ജനിക്കുന്നുണ്ട് എങ്കിലും അവരൊക്കെ ബ്രഹ്മതുല്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്, വളരെ സജ്ജനങ്ങളാണ്. കുശിക വംശത്തിൽ അല്ലെങ്കിൽ കുശവംശത്തിൽ പിറന്നിട്ടുള്ള എല്ലാവരും തന്നെ എന്ന് അവിടെ കൂടെയിരുന്ന മുനിമാരൊക്കെ വിശ്വാമിത്രനെയും വിശ്വാമിത്രന്റെ വംശത്തെയും അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു.
വിശേഷേണ ഭവാനേവ വിശ്വാമിത്രമഹായശ കൗശികീ സരിതാം ശ്രേഷ്ഠ കുലോദ്യോതകരീ തവ. ഇനി ഈ പറഞ്ഞ രാജാക്കന്മാരുടെയും തപസ്സികളുടെയും ഒക്കെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ട് രണ്ടുപേരെയാണ് കണക്കാക്കേണ്ടത്. ഒന്ന് അങ്ങും, മറ്റത് അങ്ങയുടെ സഹോദരിയായിട്ടുള്ള കൗശികിയും. അതാണ് വിശേഷേണ ഭവാനേവ. അതില് വിശേഷമായിട്ട് കണക്കാക്കണമെങ്കിൽ അങ്ങ് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി. വിശ്വാമിത്ര മഹായശ, മഹായശസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കണ്ണി. മാത്രമല്ല മറ്റൊരാളും കൂടി ഉണ്ടല്ലോ. അതാരാണ്? സരിതാം ശ്രേഷ്ഠ കൗശികി. സരിത്തുക്കളിൽ വച്ച്, നദികളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള കൗശികി നദി. ആ നദിയും കുലത്തിന് ഏറ്റവും മാഹാത്മ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. അതാണ് കുലോദ്യോതകരി, കുലത്തിന് ഉയർച്ചയുണ്ടാക്കുന്നവളായ കൗശികി നദിയും. എല്ലാ കാലത്തും ആ നദിയെ പറ്റി പറയുമ്പോൾ എത്രയോ പേർക്ക് വെള്ളം നൽകുന്നു, എത്രയോ പേർക്ക് ജീവൻ നൽകുന്നു എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് ആ നദിയും കുലത്തിന് വളരെ വലിയ മഹിമ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒന്ന് വിശ്വാമിത്രനും മറ്റത് കൗശികി നദിയും എന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും വിശ്വാമിത്രനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. മുദിതൈർമുനിശാർദൂലൈഃ പ്രശസ്തഃ കുശികാത്മജ നിദ്രാമുപാഗമത് ശ്രീമാനസ്തംഗത ഇവാംശുമാൻ. അടുത്ത ശ്ലോകം കൂടി വായിക്കാം. രാമോപി സഹസൗമിത്രി കിഞ്ചിദാഗത വിസ്മയ പ്രശസ്യ മുനിശാർദൂലം നിദ്രാം സമുപസേവതേ. മുദിതൈഃ മുനിശാർദൂലൈഃ പ്രശസ്ത കുശികാത്മജ. അവിടെ കൂടിയിരുന്ന മുനിമാരാൽ, വളരെ പ്രശസ്തന്മാരായിട്ടുള്ള മുനിമാരാണ്, അവരാലൊക്കെ അഭിനന്ദിക്കപ്പെട്ടവനായിട്ടുള്ള അല്ലെങ്കിൽ വന്ദിക്കപ്പെട്ടവനായിട്ടുള്ള ആ കുശികനന്ദനായിട്ടുള്ള വിശ്വാമിത്രൻ നിദ്രാം ഉപാഗമത്, പതുക്കെ പതുക്കെ ഉറക്കത്തെ പ്രാപിച്ചു, നിദ്രയെ പ്രാപിച്ചു. ആരെ പോലെ? അസ്തം ഗതഃ ശ്രീമാൻ അംശുമാൻ ഇവ. അസ്തമിച്ച സൂര്യനെ പോലെ. സൂര്യൻ അസ്തമിച്ചാൽ സൂര്യന്റെ തേജസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഊർജമൊക്കെ തീർന്നു. ഇനി ഉറങ്ങിയാലേ പിന്നെ അടുത്ത യാത്രയ്ക്കൊക്കെ ഉള്ളതായിട്ടുള്ള ശക്തിയും തേജസ്സും ഓജസ്സും ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ അസ്തമിച്ച സൂര്യനെ പോലെ എല്ലാ പ്രഭകളും ഒതുക്കി വച്ചവനായിട്ടുള്ള ആ വിശ്വാമിത്രൻ പതുക്കെ നിദ്രാം ഉപാഗമത്, നിദ്രയെ പ്രാപിക്കുകയും ചെയ്തു. രാമനോ രാമോപി സഹസൗമിത്രി കിഞ്ചിദാഗത വിസ്മയ. സഹസൗമിത്രി എന്ന് പറഞ്ഞാല് സൗമിത്രിയോട് കൂടിയിരിക്കുന്നവനായ രാമനും കിഞ്ചിദാഗത വിസ്മയ. ഈ കഥകളൊക്കെ കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തനിക്ക് മുമ്പേ ഉണ്ടായതായ കഥകളൊക്കെ കേട്ട് അത്ഭുതസ്തബ്ധനായിട്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. എന്നിട്ട് മുനിശാർദൂലം പ്രശസ്യ, ആ വിശ്വാമിത്രനെ ഒന്നുകൂടി പ്രശംസിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നിദ്രാം സമുപസേവതേ, ഉറങ്ങാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സർഗം അവസാനിപ്പിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ട് കഥകളൊന്നും പറയാത്തത് കൊണ്ടാണ് ഒരുമിച്ച് ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞത്. ഈ ഒരു സർഗം 23-ാമത്തെ ശ്ലോകത്തോടു കൂടി തീരുകയാണ് ചെയ്യണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സാധു സത്യവതീ പുണ്യാ സത്യേ ധർമ്മേ പ്രതിഷ്ഠിത പതിവ്രതാ മഹാഭാഗാ കൗശികീ സരിതാം വരാ അഹം ഹി നിയമാദ്രാമ ഹിത്വാ താം സമുപാഗത സിദ്ധാശ്രമമനുപ്രാപ്ത സിദ്ധോസ്മി തവ തേജസാ ഏഷാ രാമ മമോത്പത്തി സ്വസ്യ വംശസ്യ കീർത്തിത ദേശസ്യ ഹി മഹാബാഹോ യന്മാം ത്വം പരിപൃച്ഛസി ഗതോർധരാത്രഃ കാകുത്സ്ഥ കഥാഃ കഥയതോ മമ നിദ്രാമഭ്യേഹി ഭദ്രം തേ മാ ഭൂദ്വിഘ്നോധ്വനീഹ നഃ നിഷ്പന്ദാസ്തരവഃ സർവേ നിലീനാ മൃഗപക്ഷിണ നൈഷേന തമസാ വ്യാപ്താദിശശ്ച രഘുനന്ദന ശനൈർവിസൃജ്യത്തെ സന്ധ്യാനഭോ നേത്രൈരിവാവൃതം നക്ഷത്രതാരാഗഹനം ജ്യോതിർഭിരവഭാസത്തെ ഉത്തിഷ്ഠത്തെ ച ശീതാംശു ശശീലോകതമോനുദ ഹ്ലാദയൻ പ്രാണിനാം ലോകേ മനാംസി പ്രഭയാ സ്വയാ നൈശാനി സർവഭൂതാനി പ്രചരന്തി തതസ്തത യക്ഷരാക്ഷസസംഘാശ്ച രൗദ്രാശ്ച പിശിദാശനാ ഏവമുക്ത്വാ മഹാതേജാ വിരരാമ മഹാമുനി സാധു സാധ്വിദിതേ സർവേ മുനയോ ഹ്യഭ്യപൂജയൻ കുശികാനാമയം വംശോ മഹാൻ ധർമ്മപരഃ സദാ
ബ്രഹ്മോപമോ മഹാത്മാനഃ കുശവംശ്യാ നരോത്തമാ വിശേഷേണ ഭവാനേവ വിശ്വാമിത്രമഹായശ കൗശികീ സരിതാം ശ്രേഷ്ഠ കുലോദ്യോതകരീ തവ മുദിതൈർമുനിശാർദൂലൈഃ പ്രശസ്തഃ കുശികാത്മജ നിദ്രാമുപാഗമത് ശ്രീമാനസ്തംഗത ഇവാംശുമാൻ രാമോപി സഹ സൗമിത്രി കിഞ്ചിദാഗതവിസ്മയ പ്രശസ്യ മുനിശാർദൂലം നിദ്രാം സമുപസേവതേ. അങ്ങനെ ഈയൊരു സർഗവും തീരാണ്. ഇവരെ രാത്രി ശോണാനദിയുടെ തീരത്തിരുന്ന് പറഞ്ഞ കഥകളൊക്കെ തീർന്നു. ഇനി അടുത്തതായിട്ട് 35ാമത്തെ സർഗം നമ്മൾ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അവിടെ ബാക്കി കഥകൾ, ശ്രീരാമനെ പറ്റിയിട്ടുള്ളതായ കഥകൾ, അവരുടെ യാത്രയെ പറ്റിയിട്ടും അതിനിടയ്ക്കും പല കഥകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വിസ്തരിച്ചു പറയുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.